Simple harmonic motion part 8. കുറച്ച് questions. Number 1. A uniform vertical electric field E, capital E, is established between two large parallel metal plates. In this field, one suspends a small conducting sphere of mass m from a string of length L. Find the period of oscillations when the sphere is given a charge plus Q and the lower plate is of charge density plus സിഗ്മ. ഇത് എൻട്രൻസ് ഉദ്ദേശിച്ചാണ്, അതുകൊണ്ട് ഞാൻ എൻട്രൻസിലേ ഇത് ഇടുള്ളൂ. ഇവിടെ രണ്ട് പാരലൽ മെറ്റൽ പ്ലേറ്റ്സ്, ഇതിനിടയ്ക്ക് ഒരു പെൻഡുലം തൂക്കിയിട്ടിരിക്കുന്നു. പെൻഡുലത്തിൻ്റെ മാസ് എം, അതിൽ കൊടുത്തിരിക്കുന്ന ചാർജ് പ്ലസ് ക്യൂ. ലോവർ പ്ലേറ്റിൻ്റെ ചാർജ് ഡെൻസിറ്റി പ്ലസ് സിഗ്മ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ബോബിൽ പെൻഡുലത്തെ രണ്ട് ഫോഴ്സ് ആക്കുന്നുണ്ട്. അതിൻ്റെ വെയിറ്റ് എം ജി ഡൗൺവേർഡ്. ഇതുകൂടാതെ ഇത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ലോവർ പ്ലേറ്റ് പ്ലസ്സും ആയതുകൊണ്ട് മുകളിലോട്ട് ഇലക്ട്രിക് ഫോഴ്സ് കിട്ടും. ഇവിടുത്തെ ഇൻറ്റൻസിറ്റി ഇ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫോഴ്സ്, ഇലക്ട്രിക് ഫോഴ്സ് ഓൺ ദി പെൻഡുലം ഈസ് എഫ് ഈക്വൽസ് ഇ ക്യൂ, ദറ്റ് ഈസ് അപ്വേർഡ്. എങ്കിൽ ഇലക്ട്രിക് ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന ആക്സിലറേഷൻ എ ഈക്വൽസ് എഫ് ബൈ എം, ദറ്റ് ഈസ് ഇ ക്യൂ ബൈ എം. ചുരുക്കത്തിൽ ജി താഴോട്ടും ഇലക്ട്രിക് ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന ആക്സിലറേഷൻ മുകളിലോട്ടുമാണ്. എങ്കിൽ എഫക്റ്റീവ് വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈക്വൽസ് ജി മൈനസ് എ. ജി താഴോട്ട്, എ മുകളിലോട്ട്. So effective value of G is G minus A, that is G minus EQ by M. എങ്കിൽ period T equals 2 pi root of L by effective G. അപ്പോൾ L by G minus EQ by M. That is the period. നേരെ മറിച്ച് ലോവർ പ്ലേറ്റ് മൈനസും അപ്പർ പ്ലേറ്റ് പ്ലസ്സും ആണെങ്കിൽ എയും ജിയും ഒരേ ഡയറക്ഷനിൽ വരും. കാരണം ഇലക്ട്രിക് ഫോഴ്സ് പ്ലസ് ചാർജ് ആയതുകൊണ്ട് അട്രാക്ഷൻ താഴോട്ട് വരും. അപ്പോൾ ജിയും എയും ഒരേ ഡയറക്ഷനിൽ. അങ്ങനെയാണെങ്കിൽ പീരീഡ് ടി ഈക്വൽസ് 2 pi root of L by G പ്ലസ് ഇ ക്യൂ ബൈ എം എന്ന് വരും. അടുത്ത ചോദ്യം. A pendulum is hung, S-H-U-N-G, hung from the roof of sufficiently high building and is moving freely to and fro like a simple harmonic oscillator. The acceleration of the bob of the pendulum is 20 meter per second square at a distance of 5 meter from the mean position. What is the period of oscillation? അപ്പോൾ ഇവിടെ ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെൻറ്റും തന്നിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് 5 മീറ്റർ ആയിരിക്കുമ്പോൾ ആക്സിലറേഷൻ 20 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നുണ്ട്. എങ്കിൽ പീരീഡ് ടി ഈക്വൽസ്, ഇങ്ങനൊരു ഫോർമുല നേരത്തെ ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. ടി ഈക്വൽസ് 2 pi root of ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ആക്സിലറേഷൻ, ദറ്റ് ഈസ് 2 pi into root of ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 5 meter, ആക്സിലറേഷൻ ഈസ് 20 meter per second square. The final answer is pi. And ഇത് 1 by root of 1 by 4, that is 1 by 2. 2 into ക്യാൻസൽ ചെയ്യുമ്പോൾ പോയിട്ട് pi seconds. So period is pi seconds. That is the answer. Another one. A particle is given
two simple harmonic motions simultaneously described by the equations x equals a sin omega t and y equals a cos omega t. What type of motion does the particle make? ഇതാണ് ചോദ്യം. എക്സ് ഈക്വൽസ് എ സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷനിൽ എക്സ് ആക്സിസിൽ ഒരു സിമ്പിൾ ഹാർമോണിക് വൈബ്രേഷൻ അതിന് കൊടുക്കുന്നു. അതേസമയം തന്നെ വൈ ഈക്വൽസ് എ കോസ് ഒമേഗ ടി വൈ ഡയറക്ഷനിലൊരു വൈബ്രേഷൻ കൊടുക്കുന്നു. ഇത് രണ്ടും കൂടെ ചേർന്ന റിസൾട്ടൻ്റ് മോഷൻ എങ്ങനെയാണെന്നുള്ള ഇക്വേഷൻ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യുക. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി ഓർ എ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ ദാറ്റ് ഈസ് 1. You get the x square plus y square equals a square എന്ന് കിട്ടും. ഇതാ റിസൾട്ടൻ്റ് മോഷൻ്റെ ഇക്വേഷൻ. ഇതൊരു സർക്കിളിൻ്റെ ഇക്വേഷനാണ്. എ റേഡിയസ് ഉള്ള സർക്കിളിൻ്റെ ഇക്വേഷനാണ്. ചുരുക്കത്തിൽ ഈ പാർട്ടിക്കിൾ ഒരു സർക്കുലർ മോഷൻ നടത്തും. അതാണ് റിസൾട്ട്. ഇതിൽ ഒമേഗ ടി 0 എന്നെടുത്താൽ, അതായത് ടൈം 0 ആയിരിക്കുമ്പോൾ ഒമേഗ ടി 0 ആയ, ഒമേഗ ടി 0 ആയിരിക്കുമ്പോൾ എക്സ് ഈക്വൽ 0 ആയ, സൈൻ 0 ഈസ് 0, വൈ ഈക്വൽസ് അപ്പോൾ എ കോസ് 0, കോസ് 0 ഈസ് 1. അപ്പോൾ എക്സ് ഈക്വൽ 0യും വൈ ഈക്വൽസ് എ എന്നും കിട്ടും. അപ്പോൾ ഒമേഗ ടി 0 ആയിരിക്കും പാർട്ടിക്കിൾ വൈ ആക്സിസിലെ ഒരു സ്ഥാനത്താണ്, കാരണം എക്സ് കോർഡിനേറ്റ് 0 ആയ. ഇനി ഒമേഗ ടി 90 ആകുമ്പോൾ എക്സ് ഈക്വൽസ് എ സൈൻ 90, അപ്പോൾ എക്സ് ഈക്വൽസ് എ എന്ന് വരും. വൈ ഈക്വൽസ് എ കോസ് 90, കോസ് 90 0. അപ്പോൾ ഒമേഗ ടി കുറച്ച് സമയം കഴിയുമ്പോൾ ഒമേഗ ടി 0 കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഒമേഗ ടി 90 ഡിഗ്രി എന്ന് എടുക്കുമ്പോൾ എക്സ് ഈക്വൽസ് എ ആകുന്നു, വൈ ഈക്വൽസ് 0 ആകുന്നു. അപ്പോൾ പാർട്ടിക്കിൾ ഇവിടെ എക്സ് ആക്സിസിലാണ്, വൈ ഈക്വൽസ് എ. അപ്പോൾ സർക്കുലർ മോഷൻ നടക്കുന്നു എന്ന് മാത്രമല്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലീസ്റ്റ് ടൈമിൽ വന്നിരിക്കുക. അപ്പോൾ ക്ലോക്ക് വൈസ് സർക്കുലർ മോഷനാണെന്നും കൂടെ മനസ്സിലാക്കാം. സർക്കുലർ മോഷൻ എന്ന് മാത്രമല്ല, അത് ക്ലോക്ക് വൈസ് സർക്കുലർ മോഷൻ. അപ്പോൾ ചോയ്സിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ശ്രദ്ധിച്ചു കൊള്ളുക. എൻട്രൻസിൽ another one. A block is on a horizontal surface which is moving horizontally with SHM of frequency 2 oscillations per second. The coefficient of static friction between the block and the plane is 0.5. Find the maximum amplitude for which the block does not slip along the surface. ഒരു ഹൊറിസോണ്ടൽ സർഫസിൽ ഒരു ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ സർഫസ് സിമ്പിൾ ഹാർമോണിക്കായിട്ട് ഓസിലേറ്റ് ചെയ്യും. ഇത് ഈ ഹൊറിസോണ്ടൽ സർഫസ് അതിൻ്റെ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് വരുമ്പോൾ, അതായത് ആംപ്ലിറ്റ്യൂഡിലെത്തുമ്പോൾ എഫ് ഈക്വൽസ് മൈനസ് കെ എക്സ് ആ. അപ്പം ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടുന്ന മാക്സിമം ഫോഴ്സ് എഫ് കെ ഇൻറ്റു ആംപ്ലിറ്റ്യൂഡ്. എക്സ് അങ്ങ് മാക്സിമം, എക്സിൻ്റെ സ്ഥാനത്ത് ആംപ്ലിറ്റ്യൂഡ് ഇട്ടാൽ മതി. എഫ് ഈക്വൽസ് മൈനസ് കെ, മൈനസ് കളാം. അപ്പോൾ എഫ് മാക്സിമം ഈക്വൽസ് കെ ഇൻറ്റു എക്സിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ മാക്സിമം ഫോഴ്സ് ഇതൊരു എക്സ്ട്രീം പൊസിഷനിൽ, ഈ ഹൊറിസോണ്ടൽ സർഫസ് എക്സ്ട്രീം പൊസിഷനിൽ ചെല്ലുമ്പോൾ അത് മാക്സിമം ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അത് കെ ഇൻറ്റു എ. ആ സമയത്ത് ഈ ബ്ലോക്കിനെ പിടിച്ചു നിർത്തണമെങ്കിൽ, ഫ്രിക്ഷൻ ഇല്ല എങ്കിൽ ഇത് സ്ലിപ്പ് ചെയ്തങ്ങ് പോകും. കാരണം ഇതിൽ മാക്സിമം ഫോഴ്സ് ചെയ്തിട്ടുണ്ട്. ആ ഫോഴ്സിനെ ഒപ്പോസ് ചെയ്ത് ക്യാൻസൽ ചെയ്ത് ഈ ബ്ലോക്ക് സർഫസിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണമെങ്കിൽ ഫ്രിക്ഷൻ മൂലം അതിന് ഈക്വലായിട്ടുള്ള ഫോഴ്സ് കിട്ടണം. ഇതിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് നമുക്കറിയാം. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടുത്തെ കണ്ടീഷൻ മാക്സിമം ഫോഴ്സ് ഡ്യൂ ടു മാക്സിമം റെസ്റ്റോറിങ് ഫോഴ്സ് ഓഫ് the vibration must be equal to
friction between the block and the surface. That is, maximum force is K into A, where K is the spring constant or force constant, equals friction is mu(s) into mg. ഇവിടെ ഗ്രാവിറ്റി കൊണ്ട് വെയിറ്റ് mg, നോർമൽ റിയാക്ഷനും mg ഈക്വലാ. അപ്പോൾ mu(s) ഇൻറ്റു നോർമൽ റിയാക്ഷൻ ദറ്റ് ഈസ് ഈക്വൽ ടു mu(s) ഇൻറ്റു mg. ഈ കെ എന്ന് പറഞ്ഞാൽ m⍵², കാരണം കെ ബൈ എമ്മിനാണ് നമ്മൾ ω² എന്നിട്ടിരിക്കുന്നത്. നേരത്തെ ഇതൊക്കെ കണ്ടതാണ്. അപ്പോൾ ചുരുക്കത്തിൽ കെ ഈക്വൽസ് എം ഇൻറ്റു ω². അപ്പോൾ m⍵² ഈക്വൽസ് mu(s) ഇൻറ്റു mg. എമ്മും ക്യാൻസൽ ചെയ്യുമ്പോയിട്ട് നമുക്ക് ആംപ്ലിറ്റ്യൂഡാണ് കാണേണ്ടത്. എ ഈക്വൽസ് mu(s) ഇൻറ്റു ജി ബൈ ω². ദറ്റ് ഈസ് mu(s) ഇൻറ്റു ജി ഇൻറ്റു ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ഇൻറ്റു ഫ്രീക്വൻസിയാണ്. ഇവിടെ ഫ്രീക്വൻസിയാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ω² ഈസ് 4π²f². mu(s) കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ 0.5 എന്ന് തന്നിട്ടുണ്ട്. ഇൻറ്റു ജി 10 എന്നെടുക്കുന്നു ബൈ 4π² ഇൻറ്റു ഫ്രീക്വൻസി 2 ഓസിലേഷൻസ് പെർ സെക്കൻഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2². ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ π² 10 എന്നെടുക്കാം. 10 ക്യാൻസൽ ചെയ്യും. പോയിട്ട് 1/32 മീറ്റർ എന്ന് വരും. അത്ര ആംപ്ലിറ്റ്യൂഡിലെ ഇതിന് ഓസിലേറ്റ് ചെയ്യാൻ പറ്റൂ. അതിൽ കൂടിക്കഴിഞ്ഞാൽ ഇത് സ്ലിപ്പ് ചെയ്ത് പോകും. താങ്ക് യു.